വിദേശത്തുള്ള എൻ്റെ കൂട്ടുകാരി ജിഷ എപ്പോഴും പറയും അവൾ പത്തിരി ഉണ്ടാക്കിയിട്ട് ശരിയാവുന്നില്ല, നീ ഉണ്ടാക്കുന്നതൊന്ന് കാണിക്കുമെന്ന്. അപ്പോൾ ജിഷയ്ക്ക് വേണ്ടിയിട്ടും അതുപോലെ അറിയാത്ത മക്കൾക്ക് വേണ്ടിയിട്ട് ഞാൻ എങ്ങനെയാണ് പത്തിരി ഉണ്ടാക്കുന്നതെന്നൊന്ന് കാണിച്ചു തരാം. 3 സ്റ്റീൽ ഗ്ലാസ് വെള്ളം, അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് മൂടി വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിക്കും. വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം അതേ ഗ്ലാസ്സിൽ തന്നെ 2 ഗ്ലാസ് അരിപ്പൊടി എടുത്ത് ആ വെള്ളത്തിലോട്ട് ചേർത്ത് അതിൻ്റെ നടുഭാഗത്ത് ചെറിയൊരു ഗ്യാപ്പ് വരുത്തിയിട്ട് കുറച്ച് സമയം കൂടി മൂടി വെച്ച് വേവിക്കുക. പൊടി നന്നായിട്ടൊന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ടാണ്. അതിന് ശേഷം ഇതേ രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ പൊടി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി അടുപ്പിൽ നിന്ന് ഇറക്കി വെച്ച് കുറച്ച് സമയം കൂടി ഒന്ന് മൂടി വെക്കുക. ഈ ഒരു പരന്ന തട്ടിലോട്ട് മാറ്റി ഇളം ചൂടോടെ തന്നെ കയ്യിൽ അല്പം വെള്ളം തടവി നല്ല മയത്തിൽ കുഴച്ചെടുക്കുക. ഇതേ രീതിയിൽ ഉരുളകളാക്കിയെടുക്കുക. എന്നിട്ട് കയ്യിൽ വീണ്ടും അല്പം വെള്ളം തടവി നല്ല മയത്തിൽ ഉരുളകൾ ഉരുട്ടിയെടുക്കുക. നോൺ സ്റ്റിക്കിൻ്റെ പത്തിരി പ്രസ്സാണ്. ഞാൻ ഒരു വിരൽ വെച്ചിട്ട് 2 ഭാഗത്തും ഒരു അല്പം എണ്ണ തടവിയിട്ടുണ്ട്. എന്നിട്ട് ഓരോ ഉരുളയും ഇതേ രീതിയിൽ പ്രസ് ചെയ്തെടുക്കുക. എന്നിട്ട് പൊടിയിലൊന്ന് തട്ടിയെടുക്കുക. മുഴുവനായിട്ട് ഇതേ രീതിയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് പത്തിരി പലകയിൽ അല്പം പൊടി തടവി ഓരോ പത്തിരിയും കുറച്ച് നെയ്സായിട്ട് ഇതേ രീതിയിൽ പരത്തിയെടുക്കുക. എന്നിട്ട് പൊടി നന്നായിട്ടൊന്ന് തട്ടിയെടുക്കുക. മുഴുവനായിട്ടും പരത്തിയെടുത്തിട്ടുണ്ട്. ഫ്രൈ പാൻ നന്നായിട്ട് ചൂടായതിന് ശേഷം ഓരോ പത്തിരി ഇട്ട് തിരിച്ചും മറിച്ചും ഇട്ട് നന്നായിട്ട് ഇങ്ങനെ പൊള്ളയായിട്ട് വരുന്നത് വരെ വേവിച്ചെടുക്കുക. അപ്പോൾ ഇന്ന് നോമ്പ് തുറക്കുമ്പോഴത്തേനുള്ള നല്ല ബീഫ് കറിയും പത്തിരി റെഡിയായി.